എന്തൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്? സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. CPM-ന്റെ ഒരു കൂട്ടം നേതാക്കൾ കോൺഗ്രസിലേക്ക് പോവുകയാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ആരാണ് CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയത്? രക്തസാക്ഷിയുടെ മകനാണ്. അതായത് CPM-ന്റെ ഏതോ ഒരു റാലിയിൽ രക്തസാക്ഷിയായി മരിച്ച അദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്ന് CPM വേണ്ട, അദ്ദേഹത്തെ കൊന്നത്, അതായത് എൻ്റെ അച്ഛനെ കൊന്നത് CPM-കാരെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോവുകയാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വെച്ചു തരാം. അതിനു മുമ്പ് അരുൺകുമാർ പറയുകയാണ് പിണറായി വിജയൻ ദൈവമെന്ന്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. അതിനുള്ള മറുപടി കൊടുത്തതിന് ശേഷം ബാക്കി ചർച്ച ചെയ്യാം. ഓക്കെ. സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ മുഖ്യമന്ത്രിയെ ദൈവമായി കാണുന്നു എന്ന് ഒരു CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റൂ. എന്നാൽ അങ്ങനെ പറഞ്ഞു CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. എന്തൊക്കെയാണ് അരുൺകുമാറെ നീ പറയുന്നത്? ബോധമുണ്ടോ? അരുൺകുമാറിനോട് ഒരു കാര്യം പറയുകയാണ്. CPM-ൽ നിന്ന് കുറേ നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ വാർത്ത കിട്ടുന്നില്ല അരുൺകുമാറിനെ. അങ്ങനെ പറയുകയാണ് CPM-ന്റെ 1000 ആൾക്കാർ, അതായത് CPM-നെ വിശ്വസിക്കുന്ന 1000 ആൾക്കാർ പറയുന്നത്രേ പിണറായി വിജയൻ ദൈവമെന്ന്. അതായത് മഴ വന്നിട്ടില്ലെങ്കിൽ, കാറ്റ് വന്നിട്ടില്ലെങ്കിൽ പിണറായി വിജയനോട് പറയാം, പിണറായി വിജയ ഒന്ന് മഴ ഒന്ന് വരണേ, പിണറായി വിജയ ഒന്ന് വെയിൽ വരണേ എന്ന് പിണറായി വിജയനോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. എന്തൊരു വൃത്തികേടല്ലേ ഇവറ്റകൾ പറയുന്നത്? ബോധമുണ്ടോ ഇവറ്റകൾക്ക്? പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ രാഹുലിനെതിരെ ഇല്ലാത്ത കേസ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ വിചാരിക്കണമായിരുന്നു ദൈവമെന്ന മഹാശക്തിയുണ്ട്, ദൈവമാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയാക്കുന്നത്. ഓക്കെ, കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. അരുൺകുമാറെ, നാണവും മാനവും ഇത്തിരി ഉളുപ്പുമുണ്ടോ അരുൺകുമാറെ? അരുൺകുമാർ പറയുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പണിയില്ലെങ്കിൽ പിണറായി വിജയൻ നമ്മൾ പ്രാർത്ഥിക്കണം, പിണറായി വിജയൻ്റെ ഒരു കാരണം, പിണറായി വിജയൻ കാരണം ഞങ്ങൾക്ക് നല്ല പണി തരണേന്ന്. അദ്ദേഹം ദൈവമല്ലേ? എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. അപ്പോൾ രക്തസാക്ഷിക്ക് എന്താണ് പറയാനുള്ളത് അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഇന്നലെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പ്രസംഗിച്ചത് വലിയ വിവാദമാണ്. ആ ഒരു പ്രസംഗം നിങ്ങൾ കേൾക്കണം, ചിരി വരും. അതുമാത്രം ഇത്തിരി പാളിപ്പോയി എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നിങ്ങളും അത് ജസ്റ്റ് ഒന്ന് കേൾക്കണം. ഓക്കെ. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ന്യൂനപക്ഷ സഖാക്കളെ, തുടർഭരണം വന്നാൽ കേരളം പിന്നെ ഗുജറാത്താണ്. തുടർഭരണമുണ്ടായാൽ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശാണ്. ഒറീസയിലെ മയൂർഭഞ്ചാണ് കേരളം. മധ്യപ്രദേശിലെ ജാംബുവയാണ് കേരളം. മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയാണ് കേരളം. നമുക്ക് തിരിച്ചു ഞാനൊരു കാര്യം ആവർത്തിച്ചു പറയാം. ഐശ്വര്യ കേരള ജാഥയുമായി 140 മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ എനിക്ക് കൃത്യമായിട്ട് പൾസറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് നെറ്റുനെക്കായി നമുക്ക് വിജയിച്ചു. കോൺഗ്രസുകാരെ, മുസ്ലിം ലീഗുകാരെ, UDF-കാരെ, അവസാനത്തെ ബസ്സാണിത്, അവസാനത്തെ ലാപ്പാണിത്. ഇപ്പൊ തീർന്നാൽ പിന്നെ ഒരിക്കലുമില്ല, ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. ഇദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അത് കുറച്ച് ഓവറായി, കുറച്ച് പേർ ട്രോളുന്നു. ഞാനൊരു കാര്യം പറയുകയാണ്. പിണറായി വിജയൻ 3ാമത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആത്മഹത്യ ചെയ്യേണ്ടി വരും, എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് നമുക്ക് ഭരണം അത്യാവശ്യമാണ് ചേഞ്ച് ആവാൻ. ഇനിയെങ്ങാനും പിണറായി ഭരിച്ചാൽ എന്താവും? സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളിടുന്ന ഓരോ വോട്ടും ശ്രദ്ധിച്ചുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് നിങ്ങൾ വോട്ടിടണം. കാരണം ഇനി കോൺഗ്രസ് വന്നാലേ റെഡിയാവും. ഇനിയിപ്പോൾ ഒന്നും കൂടി CPM പിണറായി ഭരിച്ചാൽ എന്താവും? അപ്പോൾ നമുക്ക് രക്തസാക്ഷിയുടെ ആ ഒരു വിഷയം നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. രക്തസാക്ഷി കോൺഗ്രസിലേക്ക് വരുന്ന വിഷയമൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തിരുവനന്തപുരത്തെ വലിയ ഊർജ്ജസ്വലനായ CPM പ്രവർത്തകനായിരുന്നു വിഷ്ണു. അദ്ദേഹമാണ് സംഘപരിവാറുകാരാൽ കൊല ചെയ്യപ്പെട്ടത്. ആ വിഷ്ണുവിൻ്റെ കുടുംബവും CPM-മായി വലിയ ബന്ധമുള്ള കുടുംബമാണ്. അതുപോലെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സജീവ CPM-ന്റെ നേതൃത്വത്തിലും കോളേജ് മുതൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾ വിഷ്ണുവിന് വേണ്ടി ഒരു രക്തസാക്ഷി ഫണ്ടുണ്ടാക്കി ഈ പാർട്ടി. അതിൽ നിന്നും പകുതി പണം കുടുംബത്തിൽ കൊടുത്തു, പകുതി പണം അടിച്ചു മാറ്റി. ഇപ്പം പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടിന്റെ വിവാദം അറിയാം. ധനരാജിന് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് ആ പണം വലിയ തുക CPM അടിച്ചു മാറ്റിയിരിക്കുകയാണ് നേതാക്കന്മാർ.
അതുതന്നെയാണ് തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട് കേസിൽ നടന്നത്. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഈ നഗരത്തിൽ CPMന്റെ, DYFIയുടെ, SFIയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വിഷ്ണുവിന്റെ അനുജൻ വിനോദ്, ജ്യേഷ്ഠൻ, വിഷ്ണുവിന്റെ ജ്യേഷ്ഠൻ വിനോദും സഹപ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ ആരാണ് രക്തസാക്ഷിയുടെ മക്കളും കുടുംബവുമാണ് പാർട്ടി വിട്ടത്. ഇപ്പോൾ നിലവിൽ ആ കുടുംബം പറയുന്നത് CPM വോട്ടിൽ ജയിക്കാൻ വേണ്ടി ഞങ്ങളുടെ അച്ഛനെ CPM തന്നെ കൊന്നു, അതിനുശേഷം രക്തസാക്ഷിയായി എന്ന് CPM പറയുകയാണ്. അതിനുശേഷം നഷ്ടപരിഹാരമെന്ന് പറഞ്ഞിട്ട് ഇത്ര ലക്ഷം തരാമെന്ന് ആ കുടുംബത്തോട് പറയുകയാണ്. 1 ലക്ഷം രൂപ പോലും പകുതി പൈസ കൊടുത്തിട്ട് ബാക്കി പൈസ പിണറായി വിജയൻ മുക്കുകയാണ്. അതുകൊണ്ടാണ് അവറ്റകൾ പാർട്ടി വിട്ടത്. അവർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പിണറായി വിജയ ഇത് വളരെ തെറ്റാണ്. രക്തസാക്ഷിയുടെ പൈസ മുക്കിയതിൽ വളരെ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് മറുപടിയുമായി MV ഗോവിന്ദൻ വന്നിട്ടുണ്ട്. എന്താണ് MVക്ക് പറയാനുള്ളത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, വി സതീശൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന കാര്യം യാതൊക്കെ മുമ്പ് അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. MV ഗോവിന്ദനോടൊരു കാര്യം പറയുകയാണ്. പിണറായി വിജയൻ 10 വർഷം കേരളം ഭരിച്ചു, എന്തൊക്കെ ചെയ്തു? എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി? അതായത് നിലവിൽ വോട്ട് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് MV ഗോവിന്ദനും CPMനും. 10 വർഷം കൊണ്ട് എന്തെങ്കിലും വികസനം ചെയ്താലല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വികസനം ചെയ്തു, ഇനിയും വികസനം ചെയ്തോളാം, എന്നെ വിജയിപ്പിക്കൂ എന്ന് പിണറായിക്ക് പറയാൻ പറ്റും. ഇവിടെ വികസനമെന്ന് പറയുന്ന ഒരു സാധനവും പിണറായി ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിണറായി വിജയനും സംഘവും നിലവിൽ പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ് വർഗീയവാദികളാണ്, SDPIയുടെ സപ്പോർട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ സപ്പോർട്ടുണ്ട് എന്ന് പച്ചക്കളവ് പറയുകയാണ്. MV ഗോവിന്ദനോട് ഞാൻ പേഴ്സണലി പറയുന്നത്, പൊന്നു ഗോവിന്ദ, ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കണം. എപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത്? 10 വർഷം കേരളം നിങ്ങൾക്ക് കിട്ടിയിട്ട് എന്ത് നിങ്ങൾ ചെയ്തു? സോളാർ കേസിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ മുൻ പേഴ്സണൽ സ്റ്റാഫിന്റെ മൊഴിയാണ്. ഉമ്മൻചാണ്ടിയെ ലൈംഗികാരോപണ കേസിൽ കുടുക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നതായി സുധീർ മലയിലിന്റെ മൊഴി. സോളാർ പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്നും കൊട്ടാരക്കര കോടതിയിൽ നൽകിയ സാക്ഷിമൊഴിയിൽ പറയുന്നു. സോളാർ പരാതിക്കാരിയുമായി ഗണേഷിന് അടുത്ത ബന്ധമെന്നും മന്ത്രിസ്ഥാനം തിരികെ നൽകാത്ത ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കാൻ ഗണേഷ് തീരുമാനിച്ചിരുന്നെന്നും മൊഴി. 2011 മുതൽ 2013 വരെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു സുധീർ. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് എന്നാണ് ഈ സുധീർ കോടതിയിൽ ഈ മൊഴി നൽകിയിരിക്കുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? എന്താണ് കേരള രാഷ്ട്രീയത്തെ ആകെ കുലുക്കിയ ഒരു സംഭവമായിരുന്നു സോളാർ വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട് വന്ന കേസും തുടർ നടപടി